ഏറെ ബഹുമാന്യാദരണീയനായിട്ടുള്ള അധ്യക്ഷൻ, മറ്റ് ഷെൽട്ടറിൻ്റെ ഭാരവാഹികളെ, ഇതിനെ മുന്നോട്ട് നയിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, MBBS വിദ്യാർത്ഥിയായിട്ടുള്ള അമ്നയുണ്ട്, അമ്നൻ്റെ ഉമ്മ ഉണ്ട്, പ്രിയമുള്ളവരെ, ആദ്യമേ എന്താ പറയേണ്ടതെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം അത്രയും ഒരു മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാർത്ഥിയുടെ വലിയ സ്വപ്നമാണ് അവനവന് ആഗ്രഹമുള്ള തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ ഒരു പക്ഷേ സാമ്പത്തികമായിട്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആ തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. ഈ കുറച്ചു കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഷെൽട്ടർ ഇന്ത്യയിലൂടെ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ എന്ന് മാത്രമല്ല, സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരിമാരായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, വിദ്യാർത്ഥി സമൂഹമായിക്കോട്ടെ, അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും യോഗ്യരായ ആളുകളാണ് എന്നുണ്ടെങ്കിൽ മറ്റാരുടെയും റെക്കമെൻഡോ കാര്യങ്ങളോ ഒന്നും അതിനൊരു കാരണമാവാതെ കൃത്യമായിട്ട് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്നൊരു കാഴ്ചയാണ് ഷെൽട്ടർ ഇന്ത്യയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഞാൻ അതിനുവേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്വന്തം കുടുംബത്തിനെന്ന പോലെ മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനും അവൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിനും വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഷെൽട്ടർ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരെയും അതിനെ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മളൊരു ലാപ്പ് കൊടുത്തിരിക്കുകയാണ് MBBS വിദ്യാർത്ഥിക്ക്. ആ ലാപ്പിൻ്റെ പിറകിലൊക്കെ ആ ലാപ്പ് ആ കുട്ടിയുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓരോരുത്തരെയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയും സർവശക്തൻ അവർക്ക് ഓരോരുത്തർക്കും തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് ഞാൻ ആദ്യമേ ഈ അവസരം വിനിയോഗിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഹംനക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹംനക്ക് വലിയ സ്വപ്നമുണ്ട്, ഒരു MBBSകാരിയായി ഇറങ്ങണം, സമൂഹത്തിന് സേവനം ചെയ്യുന്ന നല്ലൊരു ഡോക്ടറാവണം, ഒപ്പം കുടുംബത്തിനും തൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ ഉപകരിക്കുന്ന തരത്തിൽ നല്ല ഒരു ഡോക്ടറായിട്ട് ഇറങ്ങാനുള്ള എല്ലാവിധ അനുഗ്രഹവും സർവശക്തൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണമെന്നൊരു വിനീതമായ റിക്വസ്റ്റാണ് എനിക്ക് ഹംനയോടും ഹംനൻ്റെ ഉമ്മയോടും ഒക്കെ പറയാനുള്ളത്. ഏതായിരുന്നാലും ഈ അവസരത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത് സത്യത്തിൽ അത്ര വലിയ സുഖമുള്ളൊരു കാലമൊന്നുമല്ല. ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുള്ള ഒരു നഗ്ന സത്യം നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലും അങ്ങനെയൊന്നും അല്ല കാലമാവേണ്ടതെന്നും അങ്ങനെയായി ചിത്രീകരിക്കേണ്ടതില്ല എന്നുള്ളതും ഇങ്ങനെയുള്ള കുറേ നല്ല മനസ്സുകളുടെ കുറേ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് കാലത്തെയൊക്കെ മായ്ക്കാൻ സാധിക്കുമെന്ന് ഷെൽട്ടർ ഇന്ത്യയും അതിൻ്റെ പ്രവർത്തകരും തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നിലനിൽക്കണമെന്ന നെയ്യത്തോടു കൂടി തന്നെ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനാത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു നല്ല ദൗത്യത്തിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിന് സർവശക്തനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നല്ല പ്രയാസം ഉണ്ടായിട്ട് പോലും ഷെൽട്ടറിൽ നിന്ന് വിളിച്ച് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇങ്ങനൊരു പരിപാടി ഉണ്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ യാതൊരു മുടക്കവും കൂടാതെ ഞാനത് ഏറ്റിട്ടുള്ളത്. എനിക്ക് വരാൻ കഴിയില്ല എന്ന് അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലൊരു നിയ്യത്തുണ്ടായിരുന്നു, എനിക്കതിന് പോകണം. നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു കാര്യം ഇതാണ്. അവർ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഷെൽട്ടർ ഇന്ത്യക്ക് ഒരു സെക്കൻഡ് കുറച്ച് സമയം ചിലവഴിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന ഒരു ലാപ്പ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഞാനൊരു വനിതാ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ചത് എന്നതുകൂടി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കണമെന്ന നല്ലൊരു നെയ്യത്ത് ആ സമയത്ത് മനസ്സിൽ കുറിച്ചിട്ടത് കൊണ്ടായിരിക്കണം എനിക്കിന്ന് വരാൻ പറ്റി. ഏതായിരുന്നാലും ഇനിയും നല്ല കുറേ കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. ഒരുപാട് ഓർഫൻസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, വിധവകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ പ്രാവർത്തികമാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഈ ദുനിയാവ് നമുക്ക് ശാശ്വതമല്ലെന്നറിയാം. നാളെ അവിടെ ചെന്നാൽ നമ്മുടെ കരങ്ങൾക്കും കാതുകൾക്കും കണ്ണുകൾക്കും ഒക്കെ ബലവും ശക്തിയൊക്കെ നൽകി നീ എന്ത് ചെയ്തു സമൂഹത്തിന് വേണ്ടി, ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ചോദ്യം. ഇവിടെ നമ്മൾ വെറും ഒരു ഒരു PSC കോച്ചിങ്ങിലാണ് നമ്മളുള്ളത്. ഈ കോച്ചിങ്ങിൻ്റെ എക്സാം നടക്കുന്ന നാൾ അവിടെ ചെന്നിട്ടാണല്ലോ. അപ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള പരീക്ഷ എഴുതാൻ പോകുന്ന നാളുകളിൽ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് നമുക്ക് നമ്മുടെ ഓരോ സമയത്തെയും നമ്മുടെ ഓരോ അവയവത്തെയും നമ്മുടെ ഓരോ പെരുമാറ്റത്തെയും ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയാൻ വളരെ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയായിട്ട് ഈ ഷെൽട്ടറിനെ നമ്മളൊക്കെ കാണുകയും അങ്ങനെ അത് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും
എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഹംന മോൾക്ക് നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ, MBBS മാത്രമല്ല ജീവിതത്തിലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനൊക്കെ ഇതൊരു നിമിത്തമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.